ഹായ് ഹലോ. ഇന്ന് നമുക്ക് ദോശക്ക് പറ്റിയ നല്ലൊരു ചട്നി അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ചട്നി ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: 2 സവാള അരിഞ്ഞത്, അരമുറി തേങ്ങ ചിരകിയത്, പിന്നെ ഒരു കടുക് മണിയുടെ വലിപ്പത്തിൽ പുളി, പിന്നെ 4 മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചുവന്ന മുളക്. ഇതിന് ഒരുവിധം നല്ല എരിവുള്ള മുളകാണ്. നിങ്ങൾക്ക് ഇനി എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ മുളക് കൂടുതൽ എടുക്കാം. പിന്നെ ഒരു തവ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ആയിരിക്കും ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ച് മുളക് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് അരിഞ്ഞ സവാള ഇടുക. അതും പച്ചച്ചൊവ മാറുന്നത് വരെ വഴറ്റിയ ശേഷം അതിലേക്ക് ചിരകി വെച്ച തേങ്ങ ഇടുക. പിന്നെ കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, അതൊരു കളറിനാണ് കേട്ടോ. പിന്നെ അന്നേരം ചട്നി കുറച്ചുകൂടി കാണാൻ ഒരു ഭംഗിയുണ്ടാവും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മുളക് പൊടിയുടെ പച്ചച്ചൊവ മാറുന്നത് വരെ ഒരു 5 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് പുളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റുക. വഴറ്റിയ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ചൂട് ഒന്നാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക. എന്ന് പറഞ്ഞാൽ ഒരുപാട് നൈസായി അരക്കണ്ട, ഒരുവിധം ഒന്ന് അരിഞ്ഞു കഴിയുമ്പം എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കടുകും കറിവേപ്പിലയൊക്കെ വറുത്തിടുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തൊന്ന് ലൂസാക്കിയ ശേഷം വറുത്തിട്ടും ഉപയോഗിക്കാം. പുളി ഇത്രമാത്രം കണ്ടിട്ട് വിചാരിക്കേണ്ട, പുളി ഉണ്ടാവും അതിന്. ഇനി പുളി അധികം ആവശ്യമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ നിങ്ങൾക്ക്? അപ്പം എല്ലാവരും കണ്ടില്ലേ? അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇഷ്ടമായോ, ടേസ്റ്റി ആണോ, എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻസ് ഒക്കെ പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ്. എല്ലാത്തിനും വീഡിയോനൊക്കെ ഷോർട്സൊക്കെ ഞാൻ കുറേ ഷോർട്സൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.